ഇതാണ് മട്ടാഞ്ചേരി ഹാൾട്ട്. എത്രയെത്ര കാതങ്ങളും കാലങ്ങളും നമുക്ക് പുറകോട്ട് സഞ്ചരിക്കാം ഈ ട്രാക്കിലൂടെ നടക്കുമ്പോൾ. എത്രയെത്ര ട്രെയിനുകൾ ഓടിയതാണ് ഈ ട്രാക്കിലൂടെ. നമുക്ക് ആ കഥയിലേക്ക് പോകാം. ഇതാണ് മട്ടാഞ്ചേരി ഹാൾട്ട് റെയിൽവേ സ്റ്റേഷൻ. ഒരു കാലത്ത് വർഷങ്ങൾക്ക് മുമ്പ് സൗത്ത് ആൻഡ് നോർത്ത് റെയിൽവേ സ്റ്റേഷനൊക്കെ വരുന്നതിന് മുമ്പ് മട്ടാഞ്ചേരിയിലേക്കുള്ള ഒരു ഗതാഗത മാർഗമായിരുന്നു ഈ ഹാൾട്ട് റെയിൽവേ സ്റ്റേഷൻ വരെയുള്ള ട്രെയിൻ യാത്ര. അന്നത്തെ കാലത്ത് കൽക്കരി, ഉരുക്ക്, ഇരുമ്പുകൾ, അങ്ങനെ പണി സാധനങ്ങളൊക്കെ ഈ പ്രദേശത്തിൻ്റെ വികസനത്തിനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ റെയിൽപാത വഴിയാണ് വന്നുകൊണ്ടിരുന്നത്. ഇന്നത് ഈ കാണുന്ന രീതിയിലായി കഴിഞ്ഞിരിക്കുന്നു. വികസനങ്ങൾ വരുമ്പോൾ മുമ്പേ ഉണ്ടായിരുന്ന ചിലതൊക്കെ മൺപറയുന്നത് പോലെ, ചരിത്രങ്ങളാവുന്നത് പോലെ ഇതും ഒടുങ്ങിക്കൊണ്ടിരിക്കുക. ഇതിനെക്കുറിച്ച് പറയാനറിയാവുന്ന ഒരു കൂട്ടം മനുഷ്യരുണ്ടാകാം. അവരാരൊക്കെയാണ് എന്ന് നമുക്കറിയില്ല. വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ജോലി ചെയ്തവരുണ്ടാകാം, ഈ മട്ടാഞ്ചേരിയിൽ ജീവിച്ചവരുണ്ടാകാം, വെല്ലിംഗ്ടൺ ഐലൻഡിൽ താമസിച്ചവരുണ്ടാകാം. ഇപ്പോൾ അവിടെ വലിയ ഷിപ്പ് യാർഡും കാര്യങ്ങളൊക്കെ ആയി. തീർച്ചയായും ഇതുവഴി പോയപ്പോഴാണ് ഇങ്ങനെയൊരു സ്മാരകം പോലെ ഈ മട്ടാഞ്ചേരി ഹാൾട്ട് എന്ന് പറയുന്ന ബോർഡ് കണ്ടത്. അങ്ങനെയാണ് ഇവിടേക്ക് കയറി നോക്കിയത്. എന്തായാലും ഓർമ്മകളെ ചരിത്രങ്ങളെ കാണാൻ കഴിയുന്നതൊരു വലിയ സന്തോഷമാണ്. ആലൊക്കെ കിളിച്ചിങ്ങനെ നിൽക്കുകയാണ്. ബുക്കിംഗ് ഓഫീസ്, സ്റ്റേഷൻ മാസ്റ്റർ ഓഫീസ്, ടിക്കറ്റ് എടുക്കാനുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ടായിരുന്നു. എനിവേ, തീർത്തും നിലം പൊത്തുന്നതിന് മുമ്പ് കാണാൻ കഴിയുന്നതാണ് അതിൻ്റെ ഒരു സന്തോഷം. ഷൊർണൂർ കൊച്ചി തീവണ്ടിപ്പാത കൊച്ചി ഹാർബർ ടെർമിനലിൽ അവസാനിച്ചിരുന്നപ്പോൾ എറണാകുളത്തിനും കൊച്ചിക്കുമിടയ്ക്ക് പെരുമാനൂർ, മട്ടാഞ്ചേരി ഹാൾട്ട് എന്നിങ്ങനെ 2 സ്റ്റേഷനുകൾ ഉണ്ടായിരുന്നു. ഇതുവഴി 17ഓളം ട്രെയിനുകൾ ഓടിക്കൊണ്ടിരുന്ന കാലമുണ്ട്. ഈ കാണുന്ന കൂടാരത്തിലിരുന്നാണ് പച്ചയും ചുവപ്പുമായിട്ടുള്ള കൊടികൾ, ഗാർഡുകൾ വീശിയിരുന്നത്. ട്രെയിനുകളുടെ പോക്കും വരവും നിയന്ത്രിക്കുന്ന പച്ചയും ചുവപ്പും കൊടികൾ. ആ കെട്ടിടത്തിൻ്റെ രൂപവും നിറവും കൊണ്ട് തന്നെ അതിൻ്റെ പ്രായം നമുക്ക് നിർണ്ണയിക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ അവിടെ നിറയെ കാട് മൂടി കിടക്കുകയാണ്. എങ്കിലും അതിൻ്റെ ആദിമ സൗന്ദര്യം ഇപ്പോഴും വിട്ടുപോയിട്ടില്ല. ആ വലിയ മരങ്ങൾക്കിടയിൽ, പ്ലാവുകളുടെ ഇടയിൽ ഇപ്പോഴും തലയുയർത്തി നിൽക്കാൻ അത് ശ്രമിക്കുന്നുണ്ട്. നേവൽ ബേസിൻ്റെ ഭാഗത്തു നിന്ന് വില്ലിംഗ്ടൺ ഐലൻഡിലേക്ക് പോകുന്ന ബ്രിസ്റ്റോ റോഡിൻ്റെ അരികിലാണ് മട്ടാഞ്ചേരി ഹാൾട്ട് റെയിൽവേ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. ഇതാണ് ആ കെട്ടിടത്തിൻ്റെ പുറകുവശത്തെ ദൃശ്യം. അവിടെയും ഒരു ട്രാക്കുണ്ട്. ഇപ്പോൾ അവിടെ പുതിയ കെട്ടിടങ്ങൾ പണിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ഇതാണ് യാത്രക്കാർ കാത്തിരുന്ന സ്ഥലം. പഴയ ഓർമ്മകളിലെ ചൂളം വിളി നമുക്ക് ഉയർന്നു കേൾക്കാൻ പറ്റുന്നു. ഈ ഫാൻ എത്രയോ യാത്രക്കാർക്ക് കാറ്റേകിയതാണ്. ആ ഓടിട്ട കെട്ടിടം എത്രയോ യാത്രക്കാർക്ക് തണുപ്പേകിയതാണ്. വണ്ടി സമയത്തിൻ്റെ ബോർഡാണിത്. പഴയ റെയിൽവേ സ്റ്റേഷനുകളിൽ നമ്മൾ ഇത്തരത്തിലുള്ള വേലികൾ കണ്ടിട്ടുണ്ട്, ഗേറ്റുകൾ കണ്ടിട്ടുണ്ട്. ഓരോ കാഴ്ചകളും ഇന്നലകളെ ഓർത്തെടുക്കാനുള്ളതാണ്. ഇവിടെയാണ് അപ്പർ ക്ലാസ് ടിക്കറ്റ് കൊടുത്തിരുന്നത്. അതുപോലെ വണ്ടിയുടെ സമയങ്ങൾ, ഓരോ ട്രെയിനിൻ്റെ പേരുകളുണ്ട് ഇവിടെ. ഇതാണ് സെക്കൻഡ് ക്ലാസ് ടിക്കറ്റ് കൊടുത്തിരുന്ന സ്ഥലം. അതുപോലെ സീസൺ ടിക്കറ്റിൻ്റെ ബോർഡ് അവിടെ വെച്ചിട്ടുണ്ട്. ഈ ഭിത്തികളിലൊക്കെ പലരും കോറിയിട്ട അക്ഷരങ്ങൾ ഇന്നും മായാതെ കിടപ്പുണ്ട്. എന്നെങ്കിലും ഇടക്കൊച്ചി തോപ്പുംപടി വഴി എറണാകുളത്തിന് പോകുമ്പോൾ ഈ ബ്രിസ്റ്റോ റോഡിനെ ഓർക്കുക. തൊട്ടടുത്താണ് മട്ടാഞ്ചേരി ഹാൾട്ട് റെയിൽവേ സ്റ്റേഷൻ. ഞാൻ കണ്ടൊരു കാഴ്ച, എല്ലാവരുമായിട്ടും ഈ ഹാൾട്ട് സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോമിൽ നിന്ന്, പഴയ പ്ലാറ്റ്ഫോമിൽ നിന്ന് പങ്കിടാൻ കഴിയുന്നതാണ് വലിയ സന്തോഷം. ഓക്കെ, താങ്ക് യു.